ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് പൊട്ടറ്റോ കൊണ്ടൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട്, ഉപ്പേരി വയ്ക്കാറുണ്ട്, മസാലക്കറി എല്ലാം വയ്ക്കാറുണ്ട്. ഈ മെഴുക്ക് വരട്ടി ഭയങ്കര ടേസ്റ്റിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസൊന്നും വേണ്ട, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് മീഡിയം സൈസ് ഒരു സവാള എടുത്ത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന് വേണം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഇങ്ങനെ നീളത്തിൽ വേണം നുറുക്കാൻ. നീളത്തിൽ നുറുക്കി മഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഇത് പാകം ചെയ്യാൻ ആവശ്യം എണ്ണ നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പാകം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് നോക്കാം. ഞാൻ ഗ്യാസ് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി നിർത്തി വെച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ലേശമൊന്ന് വരട്ടെ. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് നിർത്തിയതും സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അരിഞ്ഞ് വെക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴി വരുന്നതിന് നമുക്ക് ലേശം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയി. ഞാൻ ആ ഉള്ളിയെല്ലാം വതക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വതക്കിയ ശേഷം ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് ഉരുളക്കിഴങ്ങിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്നും ചേർക്കണ്ട, അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കാത്ത കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടി വേവാനുണ്ട്, തളിച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യുന്നവർ ചിലപ്പോൾ ഉണ്ടാവാം, ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.